ദത്തേട്ടനോ? അതാരാ? അവൾ ആരെയാണ് പറഞ്ഞതെന്ന് അവർക്ക് മനസ്സിലായില്ല. സാർ എന്നോട് ഇനി മുതൽ ദത്തേട്ടനെന്ന് വിളിക്കാനാ പറഞ്ഞേ. രണ്ടിൻ്റെയും മുഖത്തൊരു കള്ളച്ചിരി വിരിഞ്ഞു. അത് കണ്ടതും ജാനിയിൽ നാണം മുട്ടിട്ടു. നിങ്ങൾ വിഷയത്തിൽ നിന്ന് തെന്നിമാറുന്നു പിള്ളേരെ. ഞാൻ അത് കഴിഞ്ഞ് പറഞ്ഞതൊന്നും നിങ്ങൾ കേട്ടില്ലേ? ഉള്ളിൽ വിരിഞ്ഞ നാണത്തെ മറയ്ക്കാൻ അവൾ അവരോട് ചൂടായി. സോറി, നീ ബാക്കി പറ. ദത്തേട്ടൻ സമയം കിട്ടിയാൽ എന്നോടിരുന്ന് പഠിക്കാൻ പറയും. നിങ്ങൾക്കറിയുമോ, എനിക്ക് പഠിക്കാൻ വേണ്ടി നീറ്റിൻ്റെ ബുക്കൊക്കെ വാങ്ങി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച മുതൽ അതും ഇരുന്ന് പഠിക്കണം. ഇപ്പോൾ വരുന്ന വഴി കാറിലിരുന്ന് ഞാൻ പഠിക്കുകയായിരുന്നു. ജാനിയുടെ വാക്കുകൾ കേട്ട് രണ്ടും അവളെ കണ്ണുമിഴിച്ചു നോക്കി. ട്രെയിനിൻ്റെ മുന്നിലാണല്ലേ എൻ്റെ മോൾ ചെന്ന് തലവെച്ചത്? വിച്ചു അവളെ നോക്കി സങ്കടത്തോടെ പറഞ്ഞു. അപ്പോഴേക്കും അവർ മൂന്നും ക്ലാസ്സിന് മുന്നിലെത്തിയിരുന്നു. ഇതുവരെ അവരോട് സംസാരിച്ച് നടന്നിരുന്നതിനാൽ അവൾ എല്ലാവരുടെയും നോട്ടം ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ജാനി ആരെയും നോക്കാതെ അമ്മുവിനെയും കൂട്ടി അവളുടെ സീറ്റിൽ പോയിരുന്നു. ക്ലാസ്സിലെ ബോയ്സും ഗേൾസും എല്ലാം അവളെ തന്നെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. ജാനിയുടെ തൊട്ടു മുന്നിലിരുന്ന വൈക അവരുടെ നേരെ തിരിഞ്ഞിരുന്നു. ജാനി, നീ ആദിസാറിനെയാണോ കല്യാണം കഴിച്ചത്? വൈകയുടെ ചോദ്യത്തിനോടൊപ്പം ക്ലാസ്സിലെ കുട്ടികളെല്ലാം അവളുടെ ഉത്തരത്തിനായി ചെവി കൂർപ്പിച്ചു. സിതാര അവളുടെ സീറ്റിലിരുന്ന ജാനിയെ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. അതെ. അവളുടെ ഉത്തരം എല്ലാവരിലും ആശ്ചര്യം നിറച്ചു. നിങ്ങൾ പ്രേമിച്ചു കെട്ടിയതാണോ? വൈകയിൽ പിന്നെയും സംശയം നിറഞ്ഞു. അവൾ മിക്കവാറും സാറിനെ കൈയും കലാശവും കാണിച്ച് വീഴ്ത്തിയതായിരിക്കും. ജാനി ഉത്തരം നൽകുന്നതിന് മുന്നേ സിതാര ചാടിക്കയറി പറഞ്ഞു. അവളെ പിന്താങ്ങി അവളുടെ കൂട്ടുകാരും ജാനിയെ കളിയാക്കി ചിരിച്ചു. വിച്ചു അവളുടെ സംസാരം കേട്ട് പല്ല് കടിച്ചുകൊണ്ടെന്നോ പറയാൻ തുനിഞ്ഞതും ആദ്യ ക്ലാസ്സിലേക്ക് കയറി വന്നു. കുട്ടികളെല്ലാം വേഗം അവരുടെ സീറ്റിൽ നേരെയിരുന്ന് അവനെ വിഷ് ചെയ്തു. ക്ലാസ്സിലേക്ക് കയറിയതും ആദിയുടെ കണ്ണുകൾ ആദ്യം തേടിയത് ജാനിയെയായിരുന്നു. അവളുടെ ചെറുതായി നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അവന്റെ മുഖം ചുളിഞ്ഞു. അവൻ നോക്കുന്നത് കണ്ടതും ജാനി വേഗം മുഖം താഴ്ത്തിക്കളഞ്ഞു. അവളോട് എന്താ പറ്റിയതെന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിലും ക്ലാസ്സിലായതിനാൽ അവൻ അതിന് മുതിർന്നില്ല. എല്ലാവരോടും ക്വസ്റ്റ്യൻസ് ചോദിച്ച് അവൻ ജാനിയുടെ അരികിലെത്തി. അവൻ ചോദിച്ചതിനെല്ലാം അവൾ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞത് അവനെയും ഒന്ന് അതിശയിപ്പിച്ചു. ആൻസർ പറയാത്തവരെ എല്ലാം ഒന്ന് നിർത്തിപ്പൊരിച്ചിട്ട് അവൻ അന്നത്തെ പോർഷൻസ് എടുക്കാൻ തുടങ്ങി. ക്ലാസ് അവസാനിക്കാൻ ഒരു 10 മിനിറ്റ് ബാക്കി നിൽക്കെ അവൻ പഠിപ്പിക്കുന്നത് നിർത്തി ബുക്ക് ടേബിളിൽ വെച്ച് കൈ നെഞ്ചിൽ പിണച്ച് കെട്ടി ടേബിളിലേക്ക് ചാരി നിന്നു. നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ? നമുക്ക് ഇന്ന് തന്നെ അതിനൊരു പരിഹാരം കാണാം. ആദി ഓരോരുത്തരുടെയും മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. പിള്ളേരെല്ലാം അവൻ എന്താ പറയാൻ പോകുന്നതെന്നുള്ള ആകാംക്ഷയിലാണ്. ജാനിയും അവൻ പറയുന്നത് കേൾക്കാൻ കാതോർക്കുന്നുണ്ട്. സോ, എൻ്റെ മാരേജ് കഴിഞ്ഞത് എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതല്ല, ഇനിയും അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ കേട്ടോ. ഈ ക്ലാസ്സിലുള്ള ജാൻവിയുമായിട്ടാണ് എൻ്റെ കല്യാണം നടന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ടാവുമല്ലോ, ഞങ്ങളുടേത് ലവ് മാരേജ് ആണോ എന്ന്, അല്ലേ? അവൻ്റെ ചോദ്യത്തിൽ എല്ലാവരും ഒന്ന് തലകുലുക്കി. അത് കണ്ട് അവനൊന്ന് പുഞ്ചിരിച്ചു. നിങ്ങൾ കരുതുന്നത് പോലെ ലവ് മാരേജ് ഒന്നുമല്ല, തീർത്തും ഒരു അറേഞ്ച്ഡ് മാരേജ് ആണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാം ഡൗട്ട്സ് തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാറേ, കല്യാണത്തിൻ്റെ വക ചിലവൊന്നുമില്ലേ? ബോയ്സിൻ്റെ സൈഡിൽ നിന്നും ആരോ ഉറക്കെ ചോദിച്ചു. ഇനി അതിൻ്റെ കുറവ് വേണ്ട. ഉച്ചക്കത്തേക്ക് എൻ്റെ വക എല്ലാവർക്കും ബിരിയാണി. ലഞ്ച് ബ്രേക്ക് ആവുമ്പോൾ പ്യൂൺ ക്ലാസ്സിലേക്ക് എത്തിച്ചോളും, ഓക്കെ? അവൻ പറഞ്ഞു നിർത്തിയതും ബെല്ലടിച്ചു. ജാൻവി, കം ഔട്ട്സൈഡ്. ബുക്കെടുത്ത് ക്ലാസ്സിൽ നിന്നിറങ്ങുന്ന വഴി ആദി ജാനിയോടായി പറഞ്ഞു. അവൾ ആരെയും നോക്കാതെ ക്ലാസ്സിന് പുറത്തേക്കിറങ്ങി. എന്താ പറ്റി? നീ കരഞ്ഞോ? അവളുടെ നിറഞ്ഞ കണ്ണുകൾ കാണെ അവനിൽ വല്ലാത്തൊരു നീറ്റൽ തോന്നി. അവനൊന്ന് നോക്കിയതല്ലാതെ അവൾ വേറെയൊന്നും പറഞ്ഞില്ല. ജാൻവി, എന്തിനാ കരഞ്ഞേ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? അവൻ്റെ ഓരോ ചോദ്യത്തിലും അവളോടുള്ള ആകുലതയാണ് നിറഞ്ഞു കണ്ടത്. എന്താ പറഞ്ഞേ? ഞാൻ ദത്തേട്ടനെ മയക്കിയെടുത്തതാണെന്ന് പറഞ്ഞു. ആര്? സിതാര. പേര് കേട്ടതും ആദിയുടെ കണ്ണൊന്നു കുറുകി. അവൻ ജാനിയുടെ നിറഞ്ഞു തുളുമ്പാറായ കണ്ണുകൾ തുടച്ചു കൊടുത്തു. സാരമില്ല, പോട്ടെ. അങ്ങനെയൊന്നുമല്ല കാര്യങ്ങളെന്ന് നമുക്കറിയാവുന്നതല്ലേ. എല്ലാവരുടെയും വാ മൂടിക്കെട്ടാനൊന്നും പറ്റില്ലല്ലോ. ജസ്റ്റ് ഇഗ്നോർ ദം. അവളൊരു കുഞ്ഞു പുഞ്ചിരി അവന് നൽകി. വാഷ്റൂമിൽ പോയി മുഖമെല്ലാം ഒന്ന് കഴുകിയിട്ട് ക്ലാസ്സിൽ പോയാൽ മതി കേട്ടോ. ജാനി തലയാട്ടി സമ്മതിച്ചുകൊണ്ട് അവിടുന്ന് പോയി.
ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തി എല്ലാവരും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദി, നിങ്ങൾ രണ്ടും കൂടി ആ കൃഷ്ണന്റെ അമ്പലത്തിലൊന്ന് പോയിട്ട് വാ. കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ അമ്പലത്തിലൊന്നും പോയിട്ടില്ലല്ലോ. മീനു ചായ കുടിക്കുന്നതിനിടയിൽ ആദിയോടായി പറഞ്ഞു. പോകാം അമ്മേ, നിങ്ങളും വരുന്നുണ്ടോ? അവൻ മീനുവിനോട് ചോദിച്ചു. ഇല്ല മോനെ, നിങ്ങൾ രണ്ടും പോയിട്ട് വാ. കേശവാണ് അവന് മറുപടി നൽകിയത്. ജാനി, മോളിന്ന് സെറ്റ് സാരി കൊടുത്താൽ മതിയിട്ടോ. എന്തോ ആലോചനയിലായിരുന്ന ജാനി മീനു പറഞ്ഞതും ഒന്ന് ഞെട്ടി. അയ്യോ അമ്മേ, എനിക്ക് സാരി ഉടുക്കാനൊന്നും അറിയില്ല. അതിനെൻ്റെ കുട്ടി പേടിക്കണ്ടാട്ടോ. ആദിക്ക് സാരി ഉടുപ്പിക്കാൻ അറിയാം. ഇടയ്ക്ക് അവനാ എന്നെ സഹായിക്കാറ്. മീനു അവളെ നോക്കി ചിരിയോടെ ആശ്വസിപ്പിച്ചു. അവൾ മിഴിഞ്ഞ കണ്ണാലെ ആദിയെ നോക്കി. അവൻ്റെ മുഖത്തും ചെറിയൊരു പതർച്ചയുണ്ട്. എടാ, കൊച്ചിനെ സഹായിച്ചു കൊടുക്കണേ. അവൻ വെറുതെ ഒന്ന് തലയാട്ടിയതേയുള്ളൂ. ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ ചെറിയ സംസാരം മാത്രമേയുള്ളൂ. ഞാൻ എങ്ങനെയാണവോ ഈ കുഞ്ഞിനെ സാരി ഉടുപ്പിക്കുക? അവൻ തല ചൊറിഞ്ഞുകൊണ്ട് ജാനിയെ നോക്കി. ഇപ്പോഴും കണ്ണും മിഴിച്ചിരിക്കുവാണ്. എന്നാ ഇനിയും വൈകിക്കേണ്ട, നിങ്ങൾ വേഗം പോയി റെഡിയായിട്ട് ഇറങ്ങിക്കോ. കേശവ് അവരോടായി പറഞ്ഞിട്ട് എഴുന്നേറ്റ് അകത്തേക്ക് പോയി. റൂമിലെത്തിയപ്പോൾ ആദി ഫ്രഷ് ആകാൻ ബാത്റൂമിലേക്ക് കയറിയിരുന്നു. ജാനി വാർഡ്രോബിന്റെ അടുത്ത് ചെന്ന് അതിൽ നിന്നും ഒരു സെറ്റ് സാരി എടുത്ത് പുറത്തേക്ക് വെച്ചു. കറുപ്പ് കര ബോർഡർ വരുന്ന സാരിയായിരുന്നു അത്. ആദി ഫ്രഷായി ഇറങ്ങിയതും അവനെ നോക്കാതെ ഇട്ടുമാറാനുള്ള ഡ്രസ്സുമായി അവൾ ബാത്റൂമിലേക്ക് കയറി. കുളി കഴിഞ്ഞ് പാവാടയും ബ്ലൗസും എടുത്തിട്ട് കഴിഞ്ഞപ്പോൾ അവൾക്ക് ആ കോലത്തിൽ പുറത്തേക്കിറങ്ങാൻ മടി തോന്നി. അവൾ ഡോർ തുറന്ന് പയ്യെ തല പുറത്തേക്കിട്ടു നോക്കി. അവൻ അവിടെയെങ്ങും ഇല്ലെന്ന് കണ്ടതും അവൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ആശ്വാസത്തോടെ പുറത്തേക്കിറങ്ങി. ബെഡിൽ കിടക്കുന്ന സാരി കണ്ടതും അവൾ ചുണ്ട് പിളർത്തി. ആദിയെ വിളിക്കാൻ അവൾക്ക് ജാള്യത തോന്നി. ഈ സാമാനം ഞാനിനി എങ്ങനെയാണോ ഉടുക്കുക? യൂട്യൂബ് നോക്കാം. അവൾ വേഗം ഫോൺ ഓണാക്കി സാരി ഉടുക്കുന്ന വീഡിയോ തപ്പിപ്പിടിച്ചെടുത്തു. ജാനി അവിടെയുള്ള ടേബിളിലേക്കായി ഫോൺ ചാരി വെച്ചിട്ട് സാരി എടുത്ത് കയ്യിൽ പിടിച്ച് അതിൽ കാണിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കാൻ തുടങ്ങി. സാരി നിവർത്തിയിട്ട് അവൾ അത് ഉടുക്കാനായി തുടങ്ങി. ഒരു ഫോൺ കോൾ ചെയ്ത് കഴിഞ്ഞ് റൂമിലേക്ക് കയറി വന്ന ആദി കാണുന്നത് സാരി എടുത്ത് ദേഹത്തേക്ക് ചുറ്റി വെക്കുന്നവളെയാണ്. അരയ്ക്ക് മേലേക്ക് ബ്ലൗസ് മാത്രമേയുള്ളൂ. ആ കാഴ്ചയിൽ അവന്റെ ഉള്ളൊന്നു വിറച്ചു. പിന്നെയും സാരിയുമായി മൽപ്പിടുത്തത്തിൽ ഏർപ്പെടുന്നവളിലേക്ക് കണ്ണുകൾ നീണ്ടു. ജാൻവി, ആദി തലയൊന്ന് കുടഞ്ഞുകൊണ്ട് അവളെ വിളിച്ചു. ജാനി ആ വിളിയിൽ ചലിക്കാൻ പോലും ആവാതെ നിന്നു. അവളുടെ കയ്യിൽ നിന്നും സാരി ഊർന്ന് താഴേക്ക് വീണു. നീ എന്തായി കാണിക്കുന്നേ? അത് മുഴുവൻ ചുരുട്ടിക്കൂട്ടിയല്ലോ. അവന്റെ മുഖത്ത് ഗൗരവം വരുത്തിക്കൊണ്ട് ചോദിച്ചു. അത് ഞാൻ സാരി ഉടുക്കാൻ നോക്കിയതാ. അവളൊന്ന് വിക്കിപ്പോയി. അതിന് നിനക്ക് സാരി ഉടുക്കാൻ അറിയുമോ? ആദി അവളെ നോക്കി പുരികമുയർത്തി. ഇല്ല. അവളുടെ ശബ്ദം നന്നേ പതിഞ്ഞിരുന്നു. അവന്റെ കടുപ്പമേറിയ വാക്കുകൾ കേൾക്കെ അവളുടെ കണ്ണൊന്നു നിറഞ്ഞു. എന്താണെന്നറിയില്ല. ആരെങ്കിലും ചെറുതായി ദേഷ്യപ്പെട്ടാൽ തന്നെ അവൾക്ക് പെട്ടെന്ന് സങ്കടം വരും. എങ്ങനെയൊക്കെയോ പിടിച്ചു നിൽക്കാൻ നോക്കിയാലും കരഞ്ഞു പോകും. ആരും അവളെ അങ്ങനെ വഴക്കൊന്നും പറയാറില്ല. ജാനിയുടെ കണ്ണുനീർ കാണെ അവന്റെ കണ്ണൊന്നു മിഴിഞ്ഞു. ഇവളെന്തിനാ കരയുന്നേ? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യുക? എന്തിനാ കരയുന്നേ ജാൻവി? അവളൊന്നും മിണ്ടാഞ്ഞതും അവൻ പിന്നെയും വിളിച്ചു. ജാനി അവനെ നോക്കി. എന്താ പറ്റിയേ? എന്നെ വഴക്ക് പറഞ്ഞില്ലേ? ഞാനെപ്പോഴാ ജാൻവിയെ വഴക്ക് പറഞ്ഞത്? ജാനി ഒന്നും മിണ്ടാതെ നിന്നതും ആദി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു. അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ ഉറ്റുനോക്കി. അവൻ ജാനിയുടെ ഇരു കൈകൾക്കിടയിലൂടെയും പിടിച്ചു പൊക്കി അവളെ സാരിയുടെ നടുക്ക് നിന്നും മാറ്റി നിർത്തി. അവൾക്ക് ഒരു നിമിഷം വേണ്ടി വന്നു എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാൻ. ഞാൻ ഉടുപ്പിച്ചു തരാം. അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ആദ്യം നിലത്ത് കിടന്ന സാരിയെടുത്ത് കയ്യിൽ പിടിച്ചു. അപ്പോൾ മാത്രമാണ് താൻ ഏതു കോലത്തിലാണ് സാറിന്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് ജാനിക്ക് ഓർമ്മ വന്നത്. അവൾ വേഗം കൈയെടുത്ത് മാറിന് കുറുകെ വെച്ചു. അവൾ എന്താ ചെയ്തതെന്ന് കണ്ടെങ്കിലും അവനത് കാര്യമാക്കാൻ നിന്നില്ല. ആദി കട്ടിലായി ഇരുന്നു കൊണ്ട് ജാനിയെ അടുത്തേക്ക് വിളിച്ചു. അവൾ വിലങ്ങനെ തല ചലിപ്പിച്ചു. ഇങ്ങുവാ. അവൻ ഇച്ചിരി കടുപ്പത്തിൽ വിളിച്ചതും അവൾ മടിച്ച് അവന്റെ മുന്നിലായി പോയി നിന്നു. ഇപ്പോഴും മാറിന് കുറുകെയുള്ള കൈ അഴിക്കാൻ ജാനി തയ്യാറായില്ല.